എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സെറ്റിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് പോവാണ്. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കേട്ടറ്റിന്റെ ഒക്കെ എക്സാംസ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് എന്തായാലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. റൈറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് പോളിസീസ് ആണ്. ആക്ച്വലി ഇപ്പോൾ NEP ആയാലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. യൂണിവേഴ്സിറ്റീസിനെ പറ്റി ചോദിക്കാം, അല്ലെ? ഇങ്ങനെ കുറെ പോളിസീസിനെ പറ്റി ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. അധികം സമയം കളയുന്നില്ല. ആദ്യത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ ഇന്ത്യ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ? ആദ്യത്തെ കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ്. രണ്ടാമത്തേത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ദ നീഡ് ടു ലിങ്ക് എഡ്യൂക്കേഷൻ വിത്ത് എംപ്ലോയ്മെന്റ്. അതാണ് പ്രധാനപ്പെട്ട, അതിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് പറഞ്ഞ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇത് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഇത് ഏത് വർഷം വന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് വർഷം പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. രാധാകൃഷ്ണൻ കമ്മീഷൻ 1948-49, കോത്താരി കമ്മീഷൻ 64-66, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, യശ്പാൽ കമ്മിറ്റി 98-93. ഇതിൽ ഏതാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടും എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റിനെ പറ്റിയിട്ടും പറയുന്നത് എന്നാണ് ചോദ്യം. കോത്താരി കമ്മീഷനാണ് 64 മുതൽ 66 വരെയുള്ളത്. When was the National Education Policy NEP ഒഫീഷ്യലി അനൗൺസ്? പുതിയ NEP പറ്റിയിട്ടാണ് ചോദ്യം. ഇതൊരു PYQ സെഷൻ ആയതുകൊണ്ട് തന്നെ വലിയൊരു ക്ലാസ്സിലേക്ക് പോകുന്നില്ല. കൂടുതൽ ക്വസ്റ്റ്യൻ നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ NEP ഒഫീഷ്യലി അനൗൺസ് ചെയ്തതെന്നാണ് 2018, 19, 20, 21. ഓക്കെ, 2020 NEP ഒഫീഷ്യലി അനൗൺസ് ചെയ്ത്. ഇപ്പൊ അതിന്റെ വർക്കുകളെല്ലാം നടക്കുന്നത്. ഇപ്പൊ അടുത്ത പ്രാവശ്യത്തെ ഡിഗ്രി കോഴ്സ് വരെയാണെങ്കിലും അല്ലെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ NEP 2020. Which of the following is not a key feature of the NEP 2020? നോട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് എ കീ ഫീച്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എംഫസൈസ് ഓൺ റോട്ട് ലേണിംഗ് ആൻഡ് മെമ്മറൈസേഷൻ, ഫോക്കസ് ഓൺ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, introduction of a 4-year undergraduate degree program, promotion of a early childhood care and education. നോക്കൂ, ഡയറക്റ്റ് ചോദ്യമാണ്. നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചാൽ മതി. എംഫസിസ് ഓൺ റോട്ട് ലേണിംഗ് ആൻഡ് മെമ്മറൈസേഷൻ, അതിനല്ലല്ലോ ഇപ്പോഴുള്ള പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ പഠനത്തിനുള്ള വ്യത്യാസങ്ങളാണ്, അല്ലാതെ പഴയ രീതിയിലുള്ള റോട്ട് ലേണിംഗ് അല്ല. Which of the following institutions is not considered an institution of national importance in India? Not considered as an institution of national importance. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് അല്ല എന്നാണ് ഇവിടെ ചോദിക്കുന്നത്, അല്ലാതെ അത് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളതല്ല. IITs, IIMs, IISER, ഐസർ അല്ലെങ്കിൽ AICTE, ഇതിലേതാണ് ഈ ഒരു പോർഷനിലേക്ക് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. AICTE ആണ്. കാരണം ഇത് റെഗുലേറ്ററി ബോഡിയാണ്, അല്ലാതെ ഒരു ഹയർ എഡ്യൂക്കേഷൻ നൽകുന്ന. ഇപ്പൊ IITs ആയാലും IIMs ആയാലും IISER ആയാലും ഐസർ ആയാലും അവിടെ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ AICTEയിൽ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. അത് റെഗുലേറ്ററി ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. കൗൺസിലാണല്ലോ. Which of the following initiatives aims to improve the quality of higher education in India by promoting academic excellence and research? കീ ഫാക്ട് നോക്കുക. അക്കാഡമിക് എക്സലൻസും റിസർച്ചും മുന്നിലേക്ക് ക്വാളിറ്റി വൈസിൽ കൊണ്ടുവരാൻ വേണ്ടി ആര് എടുക്കുന്നു? RUSA, സ്കിൽ ഇന്ത്യ മിഷൻ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, സർവശിക്ഷ അഭിയാൻ. കുറച്ചും കൂടെ മുന്നിലേക്ക് നോക്കണം, കാരണം ഹയർ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. RUSA ആണ് വന്നിട്ടുള്ളത്, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ, RUSA. Okay. Which institution is responsible for accrediting higher education institutions in India? അക്രഡിറ്റേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ എളുപ്പത്തിൽ ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. എന്റെ കോളേജിൽ അത് വന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രിയും രാവൊക്കെ കിടന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ്. ഏതാണ്? UGC ആണോ, AICTE ആണോ, NAC ആണോ, NBA ആണോ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. NAC ആണ് ഹയർ എഡ്യൂക്കേഷനിലുള്ള അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. A ആയിരിക്കും, A+ ആയിരിക്കും, A++ ആയിരിക്കും. Which of the following is a key recommendation of the NEP 2020 regarding teacher education? നമ്മളെ പോലുള്ള ടീച്ചർമാർക്ക്
ഒരു എഡ്യൂക്കേഷൻ പോളിസി എന്ത് നിർദ്ദേശമാണ് പുതിയ കാലത്ത് നൽകിയത് എന്നാണ്. To abolish existing teacher education programs, to strengthen the 4-year integrated B.Ed program, to reduce the duration of teacher training programs, to privatize all teacher education institutions. ഏറ്റവും പക്ക, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? ടു സ്ട്രെങ്തൻ എന്ന് പറയുന്നതാണ് 4-year B.Ed പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ളത്. ബാക്കി ആലോചിക്കുമ്പോൾ തന്നെ നമുക്കത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. Which of the following is an example of an initiative to improve online and distance learning in India? ഓൺലൈനും ഡിസ്റ്റൻസ് ലേണിംഗിനും സഹായിക്കുന്നത് സ്വയം, RUSA, DBT ബയോടെക്, PMJ. ഇതിലേതാണ്? ഡയറക്റ്റ് ചോദ്യമാണ്, നമ്മൾ കേട്ട് മറന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ചോദ്യമാണ്. സ്വയം ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇതിലാണ് മൂക്ക്. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാത്തവരത് ഒന്ന് കാണാൻ ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ കേട്ടറ്റിന്റെ ഒരു ഫുൾ ഇതുണ്ടായിരുന്നു, ലൈക്ക് എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് എന്റെ കേട്ടറ്റിന്റെ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ടീച്ചർമാർ തന്നത്. അതും പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി ഒരു പെട്ടെന്നൊരു ഗ്രാസ്പ് കിട്ടാൻ വേണ്ടി നിങ്ങളെ അത് സഹായിക്കും. അപ്പോ ഇവിടെ വരുന്നത് സ്വയമാണ്. സ്വയത്തിലാണ് മൂക്കോഴ്സ് ഒക്കെ ഉള്ളത്. Which of the following institutions is known for its research and development in space science and technology? സ്പേസ് സയൻസിലും ടെക്നോളജിയിലും അറിയപ്പെടുന്നത്, സഹായിക്കുന്നത് ആര്? IIT, ISC, IIST, ISM. ആരാണ്? നമ്മുടെ IIST ആണ് സ്പേസ് സയൻസിലും ടെക്നോളജിയിലും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. Which of the following is a key challenge faced by higher education in India? ഇത് കുറച്ചും കൂടെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. Lack of skilled manpower, inadequate funding and infrastructure, low teacher student ratio, all of the above. ഏതാ? all of the above ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോ all of the above നമുക്ക് ഇവിടെ കാണാം. കാരണം സ്കിൽഡ് മാൻ പവർ, ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റുഡന്റ് റേഷ്യോ എല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോ അങ്ങനെ. Which of the following initiatives aims to improve the employability of graduates in India? എന്തിനു വേണ്ടിയിട്ടാ? എംപ്ലോയബിലിറ്റി കൂട്ടാൻ വേണ്ടി, ആൾക്കാർക്ക് കൂടുതൽ ജോലി നൽകാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സ്കിൽ ഇന്ത്യ മിഷൻ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, RUSA. ഡയറക്റ്റ് ചോദ്യമാണ്. സ്കിൽ ഇന്ത്യ മിഷൻ ആണ് നമുക്ക് കൂടുതൽ എംപ്ലോയബിൾ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഗ്രി ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ ഫംഗ്ഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നാണ് ചോദിക്കുന്നത്. UGCയുടെ കീ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാ എന്നാണ് ചോദിക്കുന്നത്. പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്, അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, കണ്ടക്ടിങ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഫോർ അഡ്മിഷൻസ് ടു യൂണിവേഴ്സിറ്റീസ്, കോർഡിനേറ്റിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിഗ്രി ആൻഡ് ഡിപ്ലോമാസ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ഒരൊറ്റ എന്താ പറയാ, ഒരു ഓപ്ഷൻ കൊണ്ട് നമ്മളെ തെറ്റിക്കാൻ പാകത്തിലുള്ള ഒരു ചോദ്യമാണ്. C ആണ് കറക്റ്റ് ആയിട്ടുള്ള. കാരണം NTA ആണ് ഇപ്പോ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻസ് എടുത്ത് നടത്തുന്നത് അല്ലേ. അപ്പൊ അത് UGCയുടെ ഒരു ഫംഗ്ഷൻ അല്ല. ബാക്കിയുള്ള കോളേജ് കാര്യങ്ങളിലേക്കും ഇതിലേക്കുമാണ് UGC ഇടപെടുന്നത്. ഇത് രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 മുതൽ 49 വരെ അതെന്തിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മാസ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൈമറി സ്കൂളിംഗ്, വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ നാഷണൽ ഡെവലപ്മെന്റ്, ടീച്ചർ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അതൊരു നല്ല ചോദ്യമാണ്, തെറ്റിക്കാൻ അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തരുന്നൊരു ചോദ്യമാണ്. പക്ഷെ ഈ കമ്മീഷൻസ് മനസ്സിലായാൽ നമുക്കത് മനസ്സിലാവും. എവിടെയാ? ഹയർ എഡ്യൂക്കേഷനും അതിന്റെ നാഷണൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നിട്ടുള്ളത്. Which of the following is a key recommendation of the NEP 2020 regarding the medium of instruction? ഇതിൽ NEPയുടെ പ്രകാരം ഇൻസ്ട്രക്ഷനെ പറ്റി ഏത് തരത്തിലുള്ള മീഡിയം അല്ലെങ്കിൽ ലാംഗ്വേജ് ഏത് വേണം എന്നുള്ളതാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. English should be the sole medium of instruction in all higher education institutions. Mother tongue or regional language should be primary medium of instruction up to at least grade 5. All higher education institutions should adopt a uniform national language. Foreign languages should be emphasized over regional languages.
ഒന്ന് ആലോചിക്കേണ്ടി വരും. പക്ഷെ ആൻസർ ഡയറക്റ്റ് ആണ്. ഏതാണ്? മദർ ടങ്ങിനെ പറ്റിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മദർ ടങ് എത്രത്തോളം കുട്ടിയുടെ പഠിത്തത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും കീ ഫീച്ചർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം CBSE-യിലൊക്കെ നമുക്കറിയാം ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നത്. ഒരു 10ാം ക്ലാസ് വരെ CBSE-ൽ പഠിച്ച ഒരു കുട്ടിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ഡയറക്റ്റ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്റെ അനുഭവത്തിലൊക്കെ. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് NEP പറയുന്നത്. Which of the following institutions is known for its research and development in agricultural sciences? ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടുള്ള ചില ചോദ്യങ്ങൾ പെടുന്നതാണ്. അപ്പോ അഗ്രികൾച്ചറൽ സയൻസിനെ പറ്റി പഠിക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. IIT, IIM, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയുന്നത്. പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ ഏത് കാണാൻ പറ്റും? ICAR, അഗ്രികൾച്ചർ റിസർച്ച് ആണ് ഇതിലെ വർക്ക് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഒബ്ജക്റ്റീവ് ഓഫ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്? NIRF അല്ലെ, അതിന്റെ കീ ഒബ്ജക്റ്റീവ് എന്താണ്? അത് എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. റാങ്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. ടു റെഗുലേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ, ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ് ടു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, to promote competition among higher education institutions, to standardize the curriculum across all universities. ഏതാണ്? To promote competition among higher education institutions. കാരണം എന്താ? ആ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇവിടെ നൽകാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് NIRF വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഫ്രെയിംവർക്ക് ആണല്ലോ. ദ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എയിംസ് ടു. എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എയിം ചെയ്യുന്നത്? പ്രൊവൈഡ് ആക്സസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഓൺലൈൻ, പ്രൊമോട്ട് ഡിജിറ്റൽ ലിറ്ററസി എമംഗ് സ്റ്റുഡൻസ്, ഡെവലപ്പ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓൾ ഓഫ് ദ എബവ്. ഒന്ന് വായിച്ചു നോക്കി ഏതൊക്കെയാണ്? ഓൾ ഓഫ് ദ എബവ് ആണ് വരിക. കാരണം എല്ലാം നല്ല ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബവ് അവർ കൊടുക്കില്ല. ഓക്കെ, നല്ല ഫീച്ചേഴ്സിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മിഷനാണിത്. Which of the following entries of the Indian Constitution deals with the coordination and determination of standards in institutions for higher education or research or scientific and technical institutions? അത് കുറച്ച് വലിയ ചോദ്യമാണ്. പക്ഷെ ഉത്തരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റി ലെവലിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ലെവലിൽ വെച്ചാണ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിലാണെന്ന് ചോദിക്കുന്നത്. എൻട്രി 63, 64, 65, 66. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതും അധികം വന്നു കണ്ടിട്ടുള്ള ചോദ്യമല്ല. വന്നാൽ മാറരുത് എന്ന് മാത്രമേ ഉള്ളൂ. എൻട്രി 66-ലാണ് കോർഡിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വരുന്നത്. ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഓണറബിൾ സുപ്രീം കോർട്ട് ഡയറക്റ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ ബോഡി? ആലോചിക്കുക, ഹയർ എഡ്യൂക്കേഷനിൽ സുപ്രീം കോർട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള നാഷണൽ ബോഡി ഓർ ഓർഗനൈസേഷൻ ടു ഫ്രെയിം ആൻഡ് പ്രിസ്ക്രൈബ് എ കോഴ്സ് ഇൻ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സുപ്രീം കോർട്ട് എൻവയോൺമെന്റ് എഡ്യൂക്കേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ഇത് ആരെയാണ്? UGC, NCDE, NCERT, AICTE. ആരാണ്? കോഴ്സ് ഇൻ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. UGC ആണ് ബേസ് ചെയ്തിട്ടുള്ളത്. The first national sports university, a central government university, is in the state of. ഇത് ഒരു കറണ്ട് അഫെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അത്ര പുതിയതല്ല, എന്നിരുന്നാലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എവിടെയാണുള്ളത്? ഹരിയാന, മണിപ്പൂർ, അല്ലെങ്കിൽ അരുണാചൽ, അതുപോലെ പഞ്ചാബ്. നോക്കൂ, എന്തുകൊണ്ട് തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊന്നും ഇത് വരുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഓക്കെ, റൈറ്റ്. എന്തായാലും ഒന്ന് ഉള്ളത് നമുക്ക് വലിയ ഉപകാരമുള്ളതാണ്. റൈറ്റ്, നമ്മുടെ ഉത്തരം മണിപ്പൂരാണ്. അത് 2018-ലാണ് ഒരു നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ തറക്കല്ലിട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ദ എക്സ്പെൻഡിച്ചർ ഓൺ ദ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ ഇന്ത്യ ഈസ് ഓൺലി -% ഓഫ് GDP. GDPയുടെ എത്ര ശതമാനമാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൂടുതലാണോ കുറവാണോ എന്നാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. 0.20, 0.69, 1.31, 2.14. നല്ല സംഖ്യകളാണ് അല്ലെ. എക്സ്പെൻഡിച്ചർ, നമ്മൾ എത്രത്തോളം പണിയെടുക്കുന്നു എന്നുള്ളതും കൂടി ഇതിൽ വരുന്നുണ്ട്.
0.69% ആണ് നമ്മുടെ റിസർച്ച് ആൻഡ് ഇന്നോവേഷന് വേണ്ടിയിട്ട് വരുന്നത്. Who described the Education Dispatch of 1854 as the Magna Carta of Indian education in his work A History of Missions in India. അപ്പോൾ കുറേ അധികം വിവരങ്ങൾ ഒറ്റ ചോദ്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. 1854 മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ വന്നത് എന്ന് പറയുന്നു. അതേതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എനിക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന വീഡിയോസ് ആണ് ഇതിൽ. ഇനി അത് ഏത് ബുക്കിലാണ് എഴുതിയതെന്ന് ചോദിക്കുന്നു. അത് റയർ ഫാക്റ്റ് ആണ്. ഹിസ്റ്ററി ഓഫ് മിഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഈ എഴുതിയ ആൾ. അപ്പൊ അത് എഴുതിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ജെ റിച്ചർ ആണോ, MR പരംജീബ് ആണോ, ലോർഡ് ആണോ, അതോ ചാൾസ് വുഡ് ആണോ, ലോർഡ് എലൻബർ ആണോ, അതോ സർ ചാൾസ് വുഡ് ആണോ ഇത് എഴുതിയിട്ടുള്ളത്? ഏത് എ ഹിസ്റ്ററി ഓഫ് മിഷൻസ് ഇൻ ഇന്ത്യ അതിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ത്, നമ്മുടെ ഡെസ്പാച്ചിനെ 1854 വുഡ്സ് ഡെസ്പാച്ചിനെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പുസ്തകം എ ഹിസ്റ്ററി ഓഫ് മിഷൻസ് ഇൻ ഇന്ത്യ എഴുതിയിട്ടുള്ളത് ജെ റിച്ചർ ആണ് എന്ന് മനസ്സിലാക്കുക. During the British rule in India, who among the following is accredited with diverting the attention of the young Indians from Western education to Oriental education? നല്ല ചോദ്യമാണ് അല്ലേ? മെക്കോളെ ആണോ, ഡൽഹൌസി ആണോ, ആനി ബെസന്റ് ആണോ, ഫെർഗ്യൂസൺ ആണോ? ആരാ? അതായത് എന്താ ചോദിച്ചേ? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ് വലുത് എന്ന് നമ്മളുടെ ആൾക്കാർ പറയുന്നുണ്ട്. ആര്? നമ്മുടെ മക്കാളേസ് മിനിറ്റ് ഒക്കെ പറയുന്നുണ്ട്. കാരണം അവര് പറയുന്ന ഒരു രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. ബ്ലഡിൽ ഇന്ത്യനും വർക്കിലെ വെസ്റ്റേണുമായിട്ടുള്ള ഒരാളെ വേണം എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരവും തകർക്കാതെ വെസ്റ്റേൺ എഡ്യൂക്കേഷനും തോട്ടും ഒന്നും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തുടങ്ങുന്ന നമ്മുടെ മെക്കാളേസ് മിനിറ്റ് മുതൽ ഇങ്ങോട്ടുള്ള വുഡ്സ് ഡിസ്പാച്ച് എല്ലാം പറയുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് ഓറിയന്റൽ എഡ്യൂക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വെസ്റ്റേണേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാത്ത ആരാ ഇവിടെ ഉള്ളത്? ആനി ബെസന്റ് മാത്രമേ ഉള്ളൂ. അവര് വർക്ക് ചെയ്ത ഏരിയയും അതുപോലെ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് അറിയണം. Who among the following was the chairman of University Education Commission? എളുപ്പമുള്ളതാ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? DS കോത്താരി ആണോ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണോ, ജാക്കിർ ഹുസൈൻ ആണോ, S രാധാകൃഷ്ണൻ ആണോ? ഡയറക്റ്റ് ആയിട്ട് 2 ആൻസേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പക്ഷെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് ആൻസർ ആണ് ഡോക്ടർ S രാധാകൃഷ്ണൻ ജി ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അടുത്തൊരു ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് വരാം. ഏതെങ്കിലും താല്പര്യമുള്ള ടോപ്പിക്, അറിയണമെന്നുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ എന്തായാലും അടുത്തതിൽ കാണാം. ബാക്കിയുള്ള വീഡിയോസ് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എല്ലാ ടോപ്പിക്കും വൈഡർ ആംഗിളിൽ നിന്നാണ് കവർ ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ടോപ്പിക് ഇത്രയും ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.